എന്തെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കുറച്ച് ഒരു അപ്ഡേറ്റ് പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മോൺസ്റ്റർ ഫിഷിനെ വാങ്ങാനുള്ള പദ്ധതികൾ ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. കാരണം മോൺസ്റ്റർ ഫിഷിനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോക്കസ് അതിൽ കൊടുക്കണം. കാരണം അതിൽ കുറച്ച് ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ജൂണോവാവ മാത്രമേ നമ്മുടെ ഇവിടെയുള്ള ഇടിച്ച് ഞാൻ തന്നെ ഞാൻ പൊളിക്കും ജൂണോ. ഇത് സാധനം അടി അല്ലെങ്കിൽ ഞാൻ പകുതി ഓട്ടയാ പകുതി തന്നെ ഓട്ടയാക്കി വെച്ചിട്ടുണ്ടാവൻ. അപ്പോൾ നമുക്ക് ജൂണോനെ നോക്കുന്നത് പോലെ തന്നെ മോൺസ്റ്റർ ഫിഷിനും നമുക്ക് അത് നോക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് അതിൻ്റെ പ്രൈസും അതിൻ്റെ ഫീഡിങ് പരിപാടികളും കാര്യങ്ങളും എല്ലാം അറിയാൻ പോവാണ്. പിന്നെ വീട്ടിലറിയാതെയാണ് മോൺസ്റ്റർ ഫിഷ് വാങ്ങാനുള്ള പ്ലാനുകൾ ഞാനിവിടെ നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടുകാർക്കും അറിയില്ല. വീട്ടുകാരുടെ മുന്നിലൊന്ന് അവതരിപ്പിക്കണം. നമ്മുടെ ബൈക്ക് പോളിയൂട്ടൻ മിസ്സിംഗ് ആണ്. പോളിയൂട്ടൻ മിസ്സിംഗ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിയൂട്ടൻ ചെറിയ ഒരു മണ്ടത്തരം ഞാൻ കാട്ടി. പെഡൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഓവർ ടൈറ്റ് ചെയ്ത് പെഡൽ ത്രെഡ് ചെയ്യേണ്ട സമയത്ത് ഇതിലേക്ക് ആവേണ്ട ഇതിൽ ത്രെഡ് വീഴാതെ ഞാൻ ഫുള്ളായി ടൈറ്റ് ചെയ്തു. ത്രെഡ് പോയി ക്രാങ്കാമ് പോകേണ്ടി വരും. ചിലപ്പോൾ 10-15,000 രൂപ അതിൽ വീണ്ടും മുടക്കേണ്ടി വരും. വൻ നഷ്ടത്തിലാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് പോളിയൂട്ടൻ്റെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് സെപ്പറേറ്റ് നാളെ 6 മണിക്ക് ഒരു വീഡിയോ വരും. വെള്ളിയാഴ്ച 6 മണിക്ക്. ഇത് നമ്മുടെ മോൺസ്റ്റർ ഫിഷിനെ ഇടാനുള്ള വലിയൊരു കുളം. ഇതൊരു തോടാണോ കുളമാണോ എന്താ സംഭവം എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് എനിക്കറിയാം. കാരണം ഭയങ്കര അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. ഇതൊന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് മോൺസ്റ്റർ ഫിഷിനെ വാങ്ങാനുള്ള കാര്യങ്ങൾ നോക്കണം. വീട്ടിലെ മോൺസ്റ്റർ ഫിഷിൻ്റെ കാര്യം അവതരിപ്പിച്ചാൽ അവരുടെ റിയാക്ഷൻ എന്താണെന്ന് നോക്കണം. കാരണം ഞാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് കാര്യമില്ല. ഈ വീട്ടിൽ 5 പേരുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും തേടേണ്ടത് ഒരു മര്യാദയാണ്. സോ ഞാനുണ്ട് ഇന്നത്തെ വീഡിയോയിൽ. അതുപോലെ തന്നെ ജൂണോ കുട്ടനും ഉണ്ട്. ഞങ്ങൾ 2 പേരാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താ വാങ്ങണ്ടേ എന്നുള്ള അഭിപ്രായം നിങ്ങളും പറയാനായിട്ടാണ്. കാരണം എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത സുഹൃത്തുക്കളെ. അപ്പോൾ പറയടാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ലൈക്ക് ചെയ്യാൻ പറ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ പറ. പറയാൻ ലൈക്ക് ചെയ്യുക ഗൈസ് പ്ലീസ്. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യണേ. ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കണം. ഇതിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് ടെയിൽ ഉണ്ടല്ലോ, വാലിൻ്റെ മേലെ ഒരു വാലുമുണിയുമുള്ള ഒരു മീനുണ്ടല്ലോ. സോഡ് ടെയിലാണോ ഷോർട്ട് ടെയിലാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് മീനുകൾ ഇഷ്ടമാണ്. പക്ഷേ നമ്മൾ സൈക്കിളിനെ കുറിച്ച് പഠിക്കുന്ന പോലെ മീനുകളെ ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ, മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ വല്ല പാമ്പുണ്ടാകാൻ നോക്കണം അവിടെ ഈ ഭാഗത്ത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പയ്യെ ചെയ്യണത്. ഇതും കൂടി നീക്കി വയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതുകൂടി മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ മേലോട്ട് പൊക്കാം. അതിനെക്കാട്ടും മുന്നേ ഈ സൈഡിലത്തെ പുല്ലുകളൊന്ന് വൃത്തിയാക്കണം. കാരണം കാണുമ്പോൾ ഒരു ഇത് കണ്ട, അല്ലെങ്കിൽ വല്ലതും വന്ന് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഗൈസ് നമ്മുടെ ചുറ്റുഭാഗം ഈ സൈഡൊക്കെ മാറ്റിയിട്ട് നോക്കിയപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയായിട്ട് ഇരിക്കണത്. ഇതിൽ വേണമെങ്കിൽ ഇറങ്ങി സുഖമായിട്ട് കുളിക്കാം. ഇത് സ്വിമ്മിംഗ് പൂളാക്കി മാറ്റിയാലെന്ന് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാറ്റി കഴിഞ്ഞപ്പോട്ടാ നമ്മൾ അന്ന് കൊണ്ടിട്ട മീനുകൾ അതിനെക്കാട്ടും ഇരട്ടി മീനുകളായിട്ടുണ്ട് കേട്ടോ. ഞാൻ അണ്ടർ വാട്ടർ ഷോട്ട് ഒന്ന് കാട്ടിത്തരാം. നമ്മുടെ ലാസ്റ്റ് കുളത്തിൻ്റെ വീഡിയോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ. അതിൽ ഞാനൊരു അണ്ടർ വാട്ടർ ഫുട്ടേജ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ ബ്രീഡായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഷോർട്ട് ടെയിൽ എന്നാണോ സോട്ടയിൽ നിന്നാണോ എനിക്ക് അങ്ങോട്ട് കൺഫ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആമ്പൽ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ നല്ലോണം വളർന്നു വരുന്നുണ്ട് കേട്ടോ. ഒരു ചട്ടി മാത്രം, 2 ചട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചട്ടിയാണ് നല്ല രീതിയിൽ താഴ്ന്നു വരുന്നത്. താഴത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ നിന്ന് പൊടിച്ച് പൊന്തുന്നുണ്ട്. ഈ ഇലകൾ എന്താ പേര് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കൊണ്ടിട്ടിട്ട് നല്ല രീതിയിൽ പിടിച്ച് പൊന്തിയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേര് എവിടേക്കോ പിടിച്ചിട്ടുണ്ട്. അത് നല്ലോണം വളർന്നിട്ടുണ്ട്. ഞാൻ 2 എണ്ണം കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൽ ഞാൻ സോട്ടയിൽ ഈ കളർ മീൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ മേലെ ഒരു ഗപ്പിനെയും കണ്ടിട്ടുണ്ട് കേട്ടോ. ആ ഗപ്പി എങ്ങനെ സർവൈവ് ചെയ്ത് പോണേന്ന് അറിയില്ല. അത് മുന്നത്തെ ബാച്ചിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. സോ ഇപ്പം നിലവിൽ കൂടുതലും ഈ മീനുകളാണ് കൂടുതലുള്ളത് കേട്ടോ. സോ നമ്മുടെ
ടാങ്കിൻ്റെ അരുവത്തത്തെ വലിയ വലിയ ചെടികളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ വിസിബിളാണ്, നേരത്തെ വിസിബിൾ ആയിരുന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ടാങ്കിൻ്റെ അടിഭാഗം വരുന്നത്. ഞാൻ വിചാരിച്ച പോലെ വന്നിട്ടുണ്ട്. ആമ്പൽ ചീയുന്നുണ്ട് കേട്ടോ. അതെന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ല. 2 ആമ്പലുണ്ടായിരുന്നു. സോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്. നമുക്ക് എന്തായാലും മോൺസ്റ്റർ ഫിഷിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോവാം കേട്ടോ. നമുക്ക് 100 റൂട്ടൺ എടുത്തിട്ട് പോവാം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ ഫിഷ് ഫാമിൽ എത്തിയിട്ടാ. 121 എന്നുള്ളൊരു ഇവിടെയാണ്. ഇവിടെ ഞാൻ ഇവരുടെ ഇതെടുത്ത് നോക്കിയപ്പോൾ കുറേ ഇതുകളുണ്ടെന്ന് കേട്ടു കേട്ടോ, കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെയാണ് M4Tech വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവരുടെ ഒരു ഫോട്ടോയിൽ കണ്ടതാണ് M4Techൻ്റെ ഒരു ഫോട്ടോ. M4Tech ആയിട്ട് ഇവിടെ നിന്നുള്ളത് അവരുടെ ഒരു വീഡിയോൻ്റെ ഇതും കാര്യങ്ങളും. അപ്പോൾ ഞാൻ M4Tech വന്ന സ്ഥലത്താണ് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ട്. എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ കുറേ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം വിലയും കാര്യങ്ങളും അറിഞ്ഞിട്ട് വേണം ചെറുത് വാങ്ങണോ വലുത് വാങ്ങണോ എന്ന് തീരുമാനിക്കാൻ. എന്തായാലും നോക്കി നോക്കാം. ഇവരുടെ വീടും ഫാമും ഒരു സ്ഥലത്താന്ന് തോന്നുന്നുണ്ട്. എൻ്റെ അമ്മേ നോക്കി ജീവമേ തിന്നിട്ടും പോവും. ഇതെന്നിട്ട് സാധനം ഗൗരാമി എന്നാണോ? ഗൗരാമി അല്ലല്ലോ, ഫിലോപ്പിയാണോ? എന്ത് സാധനം? ഓഹ് ഇതിൻ്റെ പേര് ഞാൻ വിട്ടു പോയിട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ ഫിഷിങ്ങിൻ്റെ ചാനലിൽ, ഫിഷിംഗ് ബ്രിക്സിൻ്റെ ചാനലിൽ ഇതിനെ കണ്ടിട്ടുണ്ട് ഞാനൊന്ന് പേടിച്ചു കെട്ടിട്ടിട്ടില്ലേ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് കാണാനും നോക്കാൻ വേണ്ടിയിട്ടാണ്. മോൺസ്റ്റർ ഫിഷ് അല്ല ചേച്ചി കാട്ടിയിരുന്ന പറഞ്ഞ വന്നു എന്ന് പറഞ്ഞു. ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ഇവിടെ മീനുള്ളതാണോ? കാര്യമായിട്ടൊന്നുമില്ല അല്ലേ? ഗൈസ് ആ സാധനം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ആ അറ്റത്ത് അവിടെ കിടക്കുന്നത് നമ്മുടെ ടാങ്കിൽ വന്ന് ഉണ്ടായിട്ടുണ്ട്. സോ ഞാൻ ആ പട്ടി വന്നപ്പോൾ ചെറിയൊരു പേടിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഗേറ്റ് അടച്ചിട്ടേക്കാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഓടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ തുറന്നിട്ടേക്കാം. ഇവന്മാർ പാവങ്ങളാ, കുഴപ്പമില്ല. നമ്മുടെ ഫീൽഡ് അല്ലാത്ത കാരണം ഒരു പരിചയക്കുറവുണ്ട് ഇവിടെ. ഹായ് നൈസ്. നോക്കി എല്ലാം കൂടി ഒരുമിച്ച് വരണം. നോക്കി കോഴി കാർപ്പിൻ്റെ ഇതുകൾ. ഇത് വലുതാവോ കുറച്ച് മണി ഫുള്ള് കോഴി കാർപ്പിൻ്റെ ഇതുകൾ വരുന്നുണ്ട് കേട്ടോ. പക്ഷേ പട്ടീനെ വിളിക്കണോ എല്ലാം കൂടി വരുന്നുണ്ട്. തീറ്റിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് അറ്റത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഇങ്ങനെ വരണത് കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പുറത്ത് ഇവിടെ കോഴിക്കാർപ്പുകൾ കുറേ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വലുപ്പമുള്ളതും കുറേ. ഇത് കുറച്ചുകൂടി സൈസ് കൂടുതലുള്ളതാണ് കേട്ടോ. ഇത് വേറെ ഇതാണ്. ഇത് മറ്റേ അക്വാപോണിക്സ് സിസ്റ്റമാണാവോ ഇത്? നമ്മുടെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് 1/2 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. വന്നത് എന്തായാലും വെറുത്തായി എന്ന് കരുതുന്നു ഇവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട്. ഓ ഇങ്ങനത്തെ ചെടിയും വിൽക്കാൻ പറ്റും അല്ലേ? ടാങ്കിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ഉള്ളിൽ ചെടിയായിട്ട് വിൽക്കാൻ പറ്റും. ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഉള്ളിൽ കണ്ട. അത് നല്ലൊരു പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പുറത്ത് നോക്കി നോക്കിയാൽ ഇവിടെ മീനുകളൊന്നുമില്ല. ഇതിൽ മീനുകളില്ല. ഇതിൽ സക്കർ ഇതിലാന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ ഇങ്ങനെ വേസ്റ്റ് തിന്നണ മീനില്ലേ, സക്കറല്ലല്ലോ അത്. സക്കറിൻ്റെ വേറൊരു ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പുറത്ത് ഇത് മറ്റേ ഇതിൻ്റെ ഫിഷ് എനിക്കറിയാം, എനിക്ക് മനസ്സിലായി, പക്ഷെ പേര് കിട്ടണില്ല. അതിൻ്റെ ചെറുത്. ഇവരുടെ വലിയ കുളം തോന്നുന്നുണ്ട് കേട്ടോ. വലിയ കളക്ഷൻസ് ഉള്ളത് ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട്. നോക്കി എൻ്റെ അമ്മി വലിയത് കേട്ടോ. അത്യാവശ്യത്തിന് വലുപ്പമുള്ള കോഴി കാർപ്പുകളൊക്കെ ഇതിലുണ്ടെന്നുണ്ട്. ഇതിലാണ് കുറച്ചും വലുപ്പമുള്ള കോഴി കാർപ്പുകളുള്ളത് കേട്ടോ. പക്ഷേ എന്തൊരു വലുത് നോക്കി. ആറ്റം മുതൽ ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ഗൈസ്. ആ ചേച്ചി അവിടുത്തെ തീറ്റ എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മീനുകൾക്ക്. ഓ അടിപൊളി സൈസ് ഉണ്ടല്ലേ. ഒരടിക്ക് മേലെ ഉണ്ടല്ലേ. ഓ ഇത് നോക്കി അടിപൊളി. ഇത് സ്റ്റാർട്ടിങ് ഇതിലത്തെ എത്ര റേറ്റ് വരണേ? 10,000 മുതൽ സ്റ്റാർട്ട് ചെയ്യണത് അല്ലേ ഒരു മീനിന്? 10,000 സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് കേട്ടോ. അത് ഓരോ മീനിൻ്റെ നമ്മൾ പ്രിഫറൻസ് അനുസരിച്ചിട്ട് ഓരോന്നിനും ഓരോ റേറ്റ് അല്ലേ. വേറെ വലിയ ഫിഷുകളുണ്ടോ? മോൺസ്റ്റർ ഫിഷുകൾ? ഞാൻ അതിനെ അന്വേഷിച്ചിട്ടാണ് വന്നത്. അതിനൊന്ന് കാട്ടിത്തരുമോ? ഞാൻ അത് നോക്കിയിട്ടാണ് വന്നത്. ഇത് ഇവരുടെ വേറൊരു സെക്ഷനാണ്. ഈ സെക്ഷനിൽ കൂടുതൽ എന്ത് മീനുകളാണ് വരണത്? ഓർണമെന്റൽ ഫിഷ്, ഗോൾഡ് ഫിഷ്, അങ്ങനത്തെ ഇതുകളാണ് വരണത് അല്ലേ? ഈ സാധനം വെറൈറ്റികളുണ്ട്, ഓരോരോ വെറൈറ്റികളുണ്ട്. ഈ ഇലകൾ, താഴത്തെ ഇല, ഓരോരോ
വെറൈറ്റി ഇതുകളുണ്ടല്ലോ. ഓ എൻ്റെ പൊന്നു. ഓ ഈ സാധനം അനങ്ങണത് നോക്കിയേ. വെട്ടിച്ച് പോണ്ട് കേട്ടോ. അത് വെട്ടിയില്ല. ഇതില് അലിഗേറ്ററും ഇതിലാ കിടക്കണത് അല്ലേ? ഇതിന്റെ കുട്ടികളായിട്ട് നമുക്ക് കിട്ടും? ഇല്ല. അലിഗേറ്ററിന്റെ കുട്ടികൾ എവിടെയാ? അത് ഒന്ന് കാണാൻ പറ്റുമോ? അത് ആ ഓക്കെ. ഇതിലാണ് അരാപ്പായ്മ ഇത് വരണത് അല്ലേ? എനിക്ക് ഇത്രയും വലുത് വേണ്ട, കാരണം എൻ്റെ ടാങ്ക് ഏകദേശം ഇതിനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പമുണ്ട്. ഈ ടാങ്കിനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരെണ്ണം ഇട്ടിട്ട് അതിനെ മാത്രം ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അലിഗേറ്റർ വലുത് കേട്ടോ. അലിഗേറ്ററിന്റെ വലിയ സാധനം. ചെറിയ ഇതുകളെ വരണത് അല്ലേ? എനിക്ക് അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിനെക്കാട്ടും വലിയൊരു ഇതാ വരണത് നമ്മുടെ ടാങ്ക്. അപ്പം ഞാൻ വിചാരിക്കണത് ഒരെണ്ണമായിട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ്. അതിൽ കുറേ കണകുണം അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു കാണാനൊരു ഇതില്ല. അപ്പം ഞാനത് അതിൻ്റെ അറിയണമെങ്കിൽ കുറച്ചുകൂടി വലുതായിട്ട് അതിൻ്റെ വിലയും കാര്യങ്ങളും അറിയാൻ പറ്റുള്ളൂ അല്ലേ? 500 രൂപ ഇത് വരണുള്ളൂ സ്റ്റാർട്ടിങ് വരണുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആ ടാങ്കിൽ വേറെ ഒന്നും ഇടാൻ പറ്റില്ലല്ലോ? അതൊറ്റ പീസായിട്ടല്ലേ ഇടാൻ പറ്റുള്ളൂ? വേറെ മോൺസ്റ്റർ ഫിഷിന് ഇടാം. അത് വേറെ ഒറ്റ മീനുകളും ഇടാൻ പറ്റില്ല. ഗപ്പികളും സോട്ടയിലും ഒന്നും ഇടാൻ പറ്റില്ല. ഓക്കെ. മോൺസ്റ്റർ ഫിഷിൽ വേറെ ഏതൊക്കെയാണ് വരണേ? ഏതാ? എവിടെയാ? എനിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അപ്പം ഞാനിങ്ങനെ ഈ ചിക്കൻ കൊടുക്കാൻ പറ്റുമോ? ചിക്കൻ വലുതായിട്ട് ഇത് മുഷുവിൻ്റെ ഏഷ്യൻ മുഷു അല്ലേ? ഏഷ്യൻ മുഷു വേണ്ട, ചിലപ്പോൾ എടുക്കാൻ വരുന്നില്ല. ഇതുണ്ട്. പിന്നെ വേറെ മോൺസ്റ്റർ ഫിഷ് കാറ്റഗറിയിൽ വരുന്നത് ഇതിനാണ്. ഏതിനാ? സ്പോട്ടഡ് കാറ്റ് ഫിഷ് അല്ലേ? ഇത് അമ്മാമ്മ ചിലപ്പോൾ എടുത്ത് കറി വയ്ക്കും. അത് വേണ്ട, ഇത് പറയാൻ പറ്റില്ല. ഇത് വാങ്ങി കഴിഞ്ഞാലേ മറ്റേതാകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല. ഇതേതാ വരണേ? സ്പോട്ടഡ് കാറ്റ് ഫിഷ് തന്നെ വരണത് അല്ലേ? ഇതാണ് ആൽബിനോ. ഓസ്കാർ. ഇത് ഓസ്കാറാണ് കേട്ടോ. ആൽബിനോ. ഓക്കെ. ഇതാണ് ആൽബിനോ മുഷു അല്ല, എന്താ പറയാ? ആൽബിനോ കാറ്റ് ഫിഷ്. ഇതിനെന്തൊക്കെയാ തീറ്റ കൊടുക്കുക? ഇറച്ചി മീനൊക്കെ കഴിക്കും അല്ലേ? ഓ ഇതാണ് സാധനം. ഇത് കൊള്ളാട്ടെ, അത് ഭംഗിയുണ്ട്. ഗൈസ്, ഇപ്പം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടാ. ഇത് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1-2 കൊല്ലത്തിനുള്ളിൽ ഫുൾ സൈസ് വരുന്നതാണ്. ഒരു കൊല്ലത്തിനുള്ളിൽ ഏകദേശം ഒരു പൂർണ്ണ വളർച്ച എത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ ഫുഡ് കൊടുക്കാനാണ് നമുക്കത് പറ്റാതെ വരാം. ഇപ്പം ഞാൻ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ ചിക്കൻ വാങ്ങും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജൂണോൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഫിഷിന് കൊടുക്കുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരട്ടെ. നമുക്ക് എന്തായാലും ഇനി വീട്ടിൽ പോയിട്ട് അമ്മോട് ചോദിച്ചു നോക്കാം. മോൺസ്റ്റർ ഫിഷ് വാങ്ങാൻ എന്താണ് ഇരുന്നുള്ളത്? 500 രൂപ വരുന്നുള്ളൂ. വലുതിനൊക്കെ നല്ല കാശ് വരും. മറച്ച് വെക്കാൻ പറ്റുമോ അറിയില്ല കേട്ടോ. നമുക്ക് എന്തായാലും അമ്മോട് ചോദിച്ചു നോക്കാം എന്താണ് അമ്മയുടെ അഭിപ്രായം എന്ന്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ഒടുക്കത്തെ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ മഴ കേട്ടോ. അമ്മേനെ ഞാൻ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിലേ, ഇന്ന് ഞാൻ ഒരു സ്ഥലം വരെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫിഷ് ടാങ്കിലത്തെ മീനുകൾ ഇപ്പോൾ ഒരു 10-50 ഉണ്ടെന്ന് വിചാരിക്കും. 10-50 ഉള്ള മീൻ നമ്മൾ അതിനെല്ലാത്തിനും കളയണം. എന്നിട്ട് ഒരു മോൺസ്റ്റർ ഫിഷിനെ വാങ്ങിയിടണം. മോൺസ്റ്റർ ഫിഷിനെ വാങ്ങിയിടണം. എന്താ അഭിപ്രായം? അതല്ല, ആ മോൺസ്റ്റർ ഫിഷിന് തീറ്റ എന്താണെന്നറിയോ? എൻ്റെ ഫുഡ് തന്നെയാ. ഫിഷിംഗ് ഫ്രിക്സിന്റെ ഇതില് കണ്ടിട്ടില്ലേ ഫീഡ് ചെയ്യുന്നത്? മീനുകൾ ഇട്ട് കൊടുക്കുന്നത്. മീനുകളോ ചിക്കനോ സാധനങ്ങളോ. എനിക്ക് പണിയാ.
ഞാൻ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടാ. അതേടാ, ഇന്നിപ്പോ ഒരു ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ അരിയേ ചെയ്യേ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തില് ഒരു 5 ദിവസം എനിക്ക് ഒഴിവ് വന്നിട്ടുണ്ടോ? 5 ദിവസം ഭൂരിഭാഗം ഞാൻ തന്നെയാണ് ഭൂരിഭാഗം ഞാൻ ചെയ്യാറുണ്ട്. എന്റെ ഭൂരിഭാഗം ഞാൻ തന്നെ കട്ട് ചെയ്യാറ്. അത് വല്ലപ്പോഴും ഒരു സഹായം. വല്ലപ്പോഴും അതെപ്പോഴും അങ്ങനെ നമ്മളങ്ങനെ അതാ ഒരമ്മയുടെ ധർമ്മമാണത്. അമ്മ ജോലിക്ക് പോയി വരാം, അപ്പൊ അമ്മേനെ നിങ്ങൾ ഇവിടെ വീട്ടിലിരിക്കണല്ലോ, അപ്പൊ അമ്മേനെ ഒന്ന് സഹായിക്കുക. ആ ശരി, ഇതിപ്പോ എന്തിട്ട് ചെയ്യാ? കൊണ്ടുവരണ്ട. മോൺസ്റ്റർ ഫിഷ് ഒറ്റൊരു മീൻ ഉണ്ടാവുള്ളോ? അല്ലടാ, അത് നോക്കാമല്ലേ. ഇപ്പൊ ജൂണുണ്ട്, പിന്നെ ജോഹിനുണ്ട് അവിടെ നിൽക്കുന്നുണ്ട്, ജോഹിനുണ്ട്. ഇവരൊക്കെ തീറ്റിക്കണ്ടേ? വേണ്ട, ഇതന്നെ മതി, ഈ മീൻ മതി. ഒറ്റൊരു ഫിഷ്. നിന്റെ അഭിപ്രായം എന്താ? നീ നോക്കോ തീറ്റിട്ട് കൊടുത്താ പോരെ? തീറ്റിട്ട് വാങ്ങിട്ട് വരും. നീ അത് വേവിച്ച് വെച്ച് സെറ്റാക്കി കൊടുക്കണം. പറ്റുമോ? തീറ്റിട്ട് കൊടുത്താ പോരാ, കുളിപ്പിച്ച് കിടത്തുന്ന കണ്ടാലോ? കുളിപ്പിച്ച് കിടത്തണ്ട, തീറ്റ കൊടുക്കോ നീ നേരെ. നമ്മള് തീറ്റ കൊടുക്കണേ അതുപോലെ. പക്ഷെ നിങ്ങൾ ചെയ്യും ഞാൻ ചെയ്യുന്നു പറയാൻ നിൽക്കണ്ട. എനിക്കറിയില്ല എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാ 14,000 രൂപ വില. അയ്യടാ, വേണ്ട, ഇതന്നെ മതി. ഒരു മീനിന് 14,000 രൂപ. അത്രയ്ക്ക് 14,000 രൂപ. അതല്ല, 14,000 രൂപ എന്ന് പറഞ്ഞത് ഞാനൊരു വെറുതെ പറഞ്ഞതാ. അല്ലല്ല, അഭിശോക്തി അല്ല. എന്നാലും പൈസ ഉണ്ടാവും അതിന്. 500 രൂപയുള്ളൂ ഒറ്റൊരു മീൻ. അത് വളരെ ചെറുതാ. 1-2 കൊല്ലത്തിനുള്ളില് അവര് പറഞ്ഞത് 1 കൊല്ലത്തിനുള്ളിൽ മര്യാദയ്ക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണ വളർച്ച എത്തുന്ന. അതുകൊണ്ട് നമുക്കിപ്പോ എന്താ ഉപകാരം അതിന്റെ? ഒരു കാണാൻ നമുക്ക് അത് ഓഫ് ചെയ്യോ ചേട്ടാ? ഞാനിവിടെ ഒരു ഇത് എടുക്കല്ലേ, അതിന്റെ ഇടയ്ക്കൂടെ. അപ്പൊ നമുക്ക് ഫീഡ് ചെയ്യാം ഒറ്റൊരു മീൻ. ഇത്ര വലിയ കുളമുള്ളതല്ലേ. അപ്പൊ അതിനു വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണത്. ജൂണാനെ നോക്കണുണ്ട്. പിന്നെ ഇനിയിപ്പോ ഈ കുഞ്ഞുമീൻ തന്നെ മതി. അത് ചിക്കൻ ഇട്ട് കൊടുക്കാം, മീൻ ഇട്ട് കൊടുക്കാം. നീ നീ കഴിക്കണില്ലേ? പിന്നെ ചിക്കനും മീനും നീ കഴിക്കണില്ലേ? നീ കഴിക്കണില്ല ചിക്കനും മീനും? ഞാൻ ഉച്ചക്ക് 200 ഗ്രാം ചിക്കൻ വേവിച്ച് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 250 ഗ്രാം ഉണ്ടെങ്കിൽ ചട്ടിയും ഒക്കെ അവനെ കൊണ്ടുപോട്ടാ. നീ എത്ര വട്ടം ചോദിച്ചിട്ടുണ്ട്? ഇപ്പൊ ഞാൻ കൊടുക്കാറില്ല. ബൈബിള് തൊട്ട് സത്യം ചെയ്യാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. നീ കഴിക്കാറില്ല, ഞാൻ പങ്ക് തരാറുണ്ടാ. നോണയാണ് അമ്മ വരെ പറഞ്ഞു തുടങ്ങി. ഞാൻ എന്നാലും നിനക്ക് കൊടുക്കാൻ. മീനിന്റെ കാര്യം നിങ്ങൾ മീനിന്റെ കാര്യം പറ. വീട്ടിലത്തെ വിശേഷമല്ല, വീട്ടിലത്തെ ഇത് പറ. ഇതെല്ലാം കൂടി എനിക്കിട്ടുണ്ടാക്കുന്നതാ. വേണ്ട, 500 രൂപയുള്ള മീൻ. 500 രൂപ. പക്ഷെ അത് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സൈസ് വരും. 1.5 അടി ആരാപ്പായ്മ പോലെ വലിയ സൈസ് ആയിരിക്കും. ആരും ശ്രദ്ധിക്കുക? നിങ്ങൾ വെറുതെ അവിടെ ഇട്ടിട്ട് പോവാ. നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേരം ഉണ്ടാവില്ല, ഒന്നിനും നേരമല്ല. അവസാനം അമ്മ ഞാനേ അവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് ചെയ്തു. വെറുതെ വെള്ളത്തിട്ടാ വായിലേക്ക് വെച്ച് കൊടുക്കണ്ട. അതിനുള്ള നേരമില്ല ഇവിടെ. പിന്നെ നല്ല ഇല്ല, നേരമില്ല കൊടുക്കാൻ പ്രശ്നമായിപ്പോ. പക്ഷെ വിളിച്ച് പറയാൻ പറ്റില്ല. ജൂണോനുള്ള ഭക്ഷണം അവിടെ ഇരിക്കുന്നുണ്ട്, അതൊന്ന് വെച്ചു കൊടുത്തോളൂ എന്ന് പറയണ പോലെ മീനിന്റെ ഭക്ഷണം അവിടെ ഇരിക്കുന്നുണ്ട്, ഒന്ന് കൊടുത്തോളോ എന്ന് ഒരു വാക്ക് പോലും ഇവിടെ മിണ്ടാൻ പാടില്ല. എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാം. ഇവൻ എന്നെ മോട്ടറാക്കും. അവസാനം അമ്മയുടെ എനിക്ക് കേൾക്കേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യടാ എന്താണ് എന്നുള്ളത്. സോ സ്റ്റേ ട്യൂൺ. കിടിലൻ വ്ളോഗായിട്ട് നാളെ 6 മണിക്ക് കാണാം. എന്റെ മനസ്സിലൊരു കാര്യമാണ്, ഈ മീനുകളൊക്കെ അതിന് തീറ്റയായിട്ട് കൊടുക്കാം. ഇതില് 19 ഉണ്ട്. എന്തിനാ ബ്രാക്കുണ്ടാ? ഓ പാസം. അപ്പൊ നോക്കട്ടെ ഗൈസ്, സ്റ്റേ ട്യൂൺ. നമ്മുടെ ബൈക്ക് നാളെ കിട്ടും. ഈ ചോപ്പയോ നോക്കട്ടെ, നമ്മുടെ ബൈക്ക് നാളെ കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നമ്മുടെ ഇടുക്കിയിലൊക്കെ. സോ അതിനെക്കാട്ടും മുന്നേ ഞാൻ പരിസര പ്രദേശങ്ങളൊന്ന് വിലയിരുത്തി നോക്കി പ്ലാൻ ചെയ്തതാണ് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. സ്റ്റേ ട്യൂൺ. അടുത്ത ഗ്രീൻ വ്ളോഗായിട്ട് കാണാം. ആരാപ്പായ്മ.